നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആസ് എ പാരൻ്റ് കുട്ടി ഒരു കാര്യത്തിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതെന്ത് കാര്യമാവട്ടെ, അവരുടെ കരിയറാവാം, അവരുടെ ഫോക്കസ്, അല്ലെങ്കിൽ മതപരമായുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവർ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാവാം, എന്ത് പെർസ്യൂ ചെയ്യുകയാണെങ്കിലും അവർ അതിന് ശ്രമങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് ആ സക്സസ്സിലോട്ട് എത്തുന്ന ഒരു ബിഹേവിയർ, കണ്ടിന്യൂസ്ലി അതിനെ പെർസ്യൂ ചെയ്യുന്ന ഒരു ബിഹേവിയർ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആസ് എ അഡൽട്ട് നമ്മൾ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ അറ്റംപ്റ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലെന്തൊക്കെ സക്സസ്ഫുള്ളായി, എന്തൊക്കെ ഫെയിലിയേഴ്സായി, അതിന് നമ്മൾ എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തി, ആ ഒരു ജേണി ഇവർക്ക് കണ്ടിന്യൂസ്ലി അവരെ നമ്മളുടെ കൂടെ തന്നെ കൊണ്ട് നടന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആക്ച്വലി ഒരു നല്ല കാര്യമാണോ? അപ്പം തീർച്ചയായിട്ടും അത് പിന്നെ ഓരോ ഏജിനനുസരിച്ച് നമ്മളിപ്പോൾ യൂഷ്വലി സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് പലരും ബിലീവ് ചെയ്യുന്ന ബുക്സ് വെച്ചിട്ട് തന്നെ സ്റ്റോറി പറഞ്ഞു കൊടുക്കണം. ആസ് ഏർലി ആസ് 4 months നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് എത്തുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ഇങ്ങനെ ഇൻക്രീസ്. അപ്പോൾ ആ സ്റ്റോറി ടെല്ലിങ്ങിൽ ഈ എലമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരാം. അതായത് നമ്മുടെ സക്സസ് സ്റ്റോറീസും നമ്മുടെ ഫെയിലിയർ സ്റ്റോറീസൊക്കെ നേരത്തെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഭയങ്കര നല്ലതായിരിക്കും. നമ്മളെപ്പോഴും കഥ പറയുമ്പം വെർച്വൽ ക്യാരക്ടേഴ്സാണ് നമ്മൾ അധികം പറയുന്നുണ്ടാവും. പക്ഷേ അതേസമയം നമ്മൾ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ അവർക്കൊരു നല്ലൊരു പോസിറ്റീവ് ബിഹേവിയേഴ്സും അവർക്ക് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാനും ഒക്കെ കുറച്ചും കൂടി ഈസി ആവും.